പുഴക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പുഴക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ, ദൈവകരുണയുടെ വിതരണക്കാരി എന്ന ആ സ്നേഹനാഥയെക്കുറിച്ച് ഉദ്ഘോഷിക്കുവാൻ ഇവിടെ അടിയന് വേദിയൊരുങ്ങി. സ്നേഹധന്യയായ പ്രൊഫഷാളമ പറഞ്ഞു, ദിവ്യകാരുണ്യത്തിൻ്റെ വിതരണക്കാരിയെക്കുറിച്ച് പറയുവാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം തുടിച്ചു. മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആർക്കാണ് പറഞ്ഞു തീർന്നാൽ തീരുക? എഴുതിയാൽ തീരാത്ത കവിതയാണല്ലോ അമ്മ. പാടിയാൽ തീരാത്ത ഗാനമാണല്ലോ അമ്മ. മാഞ്ഞിടാത്ത മാരിവില്ലിൻ്റെ ശോഭയാണല്ലോ അമ്മ. മാനവർക്ക് സ്വർഗലോക വാതിലാണല്ലോ അമ്മ. ഈ പ്രപഞ്ച മനോജ സൗന്ദര്യ ആഴമാണല്ലോ അമ്മ. സ്ത്രീത്വം എന്ന മഹാവിശുദ്ധിയുടെ അർത്ഥമാണല്ലോ അമ്മ. എന്തെല്ലാം വിശേഷണങ്ങളാലാണ് അമ്മയെ തിരുസഭ മഹത്വപ്പെടുത്തുക. എത്രയോ കത്തീഡ്രലുകളാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളത്. എത്രയോ സ്ഥാപനങ്ങളാണ് മേരിനാഥയുടെ നാമത്തിലുള്ളത്. എത്രയോ വിദ്യാലയങ്ങളാണ് അമ്മയുടെ നാമത്തിലുള്ളത്. മേരി നാമമില്ലാത്ത ഏതെങ്കിലും കുടുംബങ്ങളുണ്ടോ? പരിശുദ്ധ ത്രിത്വം ആനന്ദ വിഷയമായി അമ്മയെ ത്രിലോകരാജ്ഞിയായി മുടിധരിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കുഞ്ഞിന് പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് നിർത്തുവാൻ എപ്പോഴും ഉത്സുകയായി നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ ഒരു വ്യക്തി മുറുകെ പിടിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് പരാജയമില്ല. അതുകൊണ്ട് വിശുദ്ധ ബെർണാർഡ് ഇങ്ങനെ ഉദ്ഘോഷിച്ചു, പരിശുദ്ധ മറിയം നിന്റെ കരം പിടിച്ചാൽ നിനക്ക് ലക്ഷ്യസ്ഥാനം തെറ്റുകയില്ല. പരിശുദ്ധ മറിയമാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ പരാജയപ്പെടുകയില്ല. പരിശുദ്ധ അമ്മയാണ് നിന്റെ ജീവിതത്തിൻ്റെ സ്നേഹനാഥിയെങ്കിൽ നീ പാപത്തിൽ നിബന്ധിക്കുകയില്ല. അഥവാ പാപത്തിലേക്ക് നീ ഒന്ന് ചാഞ്ഞു പോയാൽ ഈ പാപികളുടെ സങ്കേതമായ അമ്മ നിന്നെ ചേർത്ത് പിടിക്കും. വരപ്രസാദ പൂർണ്ണയായ അമ്മ കുംഭസാരക്കൂട്ടിൽ ഇതാ വരപ്രസാദം ചൊരിയുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മളെ ഒരുക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മയെ തൻ്റെ മക്കളൊന്ന് ഉദ്ഘോഷിക്കണമെന്നാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു, 9-ാം പിയൂസ് പാപ്പ, 10-ാം പിയൂസ് പാപ്പ, 11-ാം പിയൂസ് പാപ്പ, 12-ാം പിയൂസ് പാപ്പ, ജോൺ 23-ാം പാപ്പ, പോൾ 6-ാമൻ പാപ്പ, ജോൺ പോൾ 2-ാമൻ പാപ്പ എന്നിങ്ങനെ എല്ലാ പാപ്പമാരും ഉച്ചസ്ഥൈര്യം ഉദ്ഘോഷിക്കുന്ന ദിവ്യസ്നേഹ മനനത്തിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന ഗ്രന്ഥം. അവരെല്ലാം ഏകമനസ്സോടെ പറയുന്നു, ഈ ഗ്രന്ഥം നിങ്ങളെല്ലാം ഗ്രഹിക്കണം. അതിലെ ആശയങ്ങൾ അവിടെ മോൺഫോർട്ട് പറയുന്നത് എന്താ? പരിശുദ്ധ മറിയം വേണ്ടത്ര രീതിയിൽ അറിയപ്പെടാതിരിക്കുന്നത് കൊണ്ട് ഇന്ന് ലോകത്ത് തിന്മ അഴിഞ്ഞാടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ നമ്മളെല്ലാം ശ്രമിച്ചു. അനേക പ്രഘോഷണത്തിലെ വിഷയങ്ങൾ ഇതായിരുന്നു. ലോകം അശാന്തിയിൽ നിറയുന്നു, കുടുംബങ്ങൾ തകരുന്നു, വിവാഹ മോചന കേസുകൾ ഉണരുന്നു. നമ്മുടെ മക്കൾ ഇതാ ഹാൻസിലും പാൻപരാഗിലും മദ്യത്തിലും മയക്കുമരുന്നിലും മ്ലേച്ഛതകളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും ഇതാ വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ ദുരുപയോഗത്തിൽ തളർന്ന് നശിക്കുന്ന ആഴപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ പ്രഘോഷണത്തിലൂടെ ശ്രമിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, തെറ്റുപറ്റിയത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. അത് പരിശുദ്ധ മറിയത്തെ യഥാവിധി ഹൃദയത്തിൽ
നമ്മൾ സ്നേഹിക്കുന്നില്ല ഒറ്റ കാരണത്താലാണ്. യോഹന്നാൻ സുവിശേഷം 19:25 യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ 27-ാം വചനം ഇതാ നിന്റെ അമ്മ എന്നാണ്. ഈശോ മാനവകുലത്തിന് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയെ നൽകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈശോ പറഞ്ഞതിന് ആഴമായ അർത്ഥമുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്റെ ദുഃഖത്തിലും ദുരിതത്തിലും വേദനയിലും ആകുലതയിലും ഉത്കണ്ഠയിലും നിന്റെ വളർച്ചയിലും എല്ലാം ഈ അമ്മയെ മുറുകെ പിടിക്കണം. ഈ അമ്മ നിന്നെ വളർത്തും. വിനയത്തിൽ, വിശുദ്ധിയിൽ, എളിമയിൽ, അനുസരണത്തിൽ, ഭക്തിയിൽ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ ഒരു കുഞ്ഞിനെ ഒരുക്കുന്നവൾ പരിശുദ്ധ മറിയമല്ലാതെ മറ്റാരാണ് പ്രിയമുള്ളവരെ? ഈശോ ഏറ്റവും അധികം അമ്മയുടെ കാര്യത്തിൽ ഉത്സുകനാണെന്നുള്ള ഒരു കൊച്ചു ചിന്ത ഞാൻ പങ്കുവെക്കാം. കഴിഞ്ഞ വർഷം ദിവ്യകാരുണ്യ കൺവെൻഷൻ ഈ തൊടുപുഴ പ്രോവിൻസിൽ വെച്ച് നടത്താനാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ അധികാരികൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞു, ഇവിടെ മുതലക്കുളത്ത് വെച്ച് ഒരു മരിയൻ കൺവെൻഷൻ ഒരുങ്ങുന്നുണ്ട്. ഉടനെ ഇവിടെ നടക്കാനും ദിവ്യകാരുണ്യ കൺവെൻഷൻ തലശ്ശേരി പ്രോവിൻസിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങി. ഇത് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതാ പരിശുദ്ധ അമ്മയെ ഉദ്ഘോഷിക്കുന്ന കൺവെൻഷൻ ഉണരുമ്പോൾ, ഈശോയുടെ ഇവിടെ ദിവ്യകാരുണ്യ കൺവെൻഷൻ ഒരുങ്ങുമ്പോൾ ഈശോ മനസ്സാകുന്നു, അമ്മയുടെ കൺവെൻഷൻ ഇവിടെ നടന്നോട്ടെ, ഞാനിവിടുന്ന് മാറി തലശ്ശേരിക്ക് പൊക്കോളാം, എങ്കിലും അമ്മ ഉജ്ജ്വലിക്കട്ടെ, അമ്മ ഉണരട്ടെ. വിശുദ്ധ ആൻസലനോട് ഈശോ പറയുന്നു, മനുഷ്യർ എൻ്റെ അമ്മയെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരംശം പോലും എൻ്റെ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല, അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. പ്രിയമുള്ളവരെ, ഈ മറിയ നാമം കേൾക്കുമ്പോൾ യേശുനാമം കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ നാമമാണ് മറിയത്തിൻ്റെ നാമം. അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക്ക് പറഞ്ഞത്, നീ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ സാത്താൻ അലറി വിളിക്കുകയും നരകം നടുങ്ങി വിറയ്ക്കുകയും ചെയ്യും. നീ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ സാത്താൻ അലറി വിളിക്കുകയും നരകം നടുങ്ങി വിറയ്ക്കുകയും ചെയ്യും. അത്രമാത്രം ശക്തിയുള്ള പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥന. അത്രമാത്രം ആഴമുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ബെനഡിക്ട് 16-ാമൻ പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്തല്ലോ, കുടുംബങ്ങളിലെ കുർബാനയാണ് ജപമാല പ്രാർത്ഥന. സഭാപിതാക്കന്മാർ നമ്മളോട് വിവക്ഷിക്കുന്നുണ്ട്, ഒരേ മനസ്സോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതെ, കുടുംബങ്ങളിലെ കുർബാന ജപമാല പ്രാർത്ഥന. സഹോദരങ്ങൾ, ഈ ജപമാല പ്രാർത്ഥനയുടെ ധന്യത, അതിൻ്റെ തീഷ്ണത, അതിൻ്റെ ഊഷ്മളത എന്നും മങ്ങിമറിഞ്ഞു പോയോ, അവിടം മുതൽ സാത്താൻ പിടിമുറക്കി. നമുക്കറിയാം ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് ദൈവം പിശാചിനോട്, സാത്താനോട് പറഞ്ഞു. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഈ ലോകത്തെ അടക്കി ഭരിക്കാമെന്ന് സാത്താൻ നനച്ചിരിക്കെ അനന്ത കരുണയായ ദൈവം മാനവകുലത്തെ നേടാൻ വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം ഒരു ഉദരം തേടുകയും, ഒരു ഉദരം. അതിന് നസ്രത്തിലെ കന്യകയെ സമീപിക്കുമ്പോൾ, അവളോട് സമ്മതം ചോദിക്കുമ്പോൾ സാത്താൻ്റെ കോട്ടകൾ, സാത്താൻ്റെ അണികൾ ഉറ്റുനോക്കുന്നുണ്ട്. ഈ നരുന്ത് പെണ്ണ് എന്താ പറയാൻ പോകുന്നു, പ്രശ്നമാകുമോ? ഇതാ പ്രിയമുള്ളവരെ, സാത്താൻ ഉറ്റുനോക്കുമ്പോൾ ആ കൊച്ചു പെണ്ണ് അവൾ പറയുന്നു, ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ ഇതാ രക്ഷ സമാഗതമാകുന്നു. സാത്താൻ്റെ ഉള്ളം വിറച്ചു, സാത്താൻ്റെ കോട്ട വിറച്ചു. സാത്താൻ മനസ്സിലാക്കി, ഇവൾ നിസാരയല്ല. അന്ന് മുതൽ പരിശുദ്ധ മറിയത്തെ സാത്താൻ ഭയപ്പെടുന്നു. നീയും ഞാനും ഓരോ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ അർത്ഥവ്യാപ്തി തിരിച്ചറിയുമ്പോൾ, ഭക്തിയോടെ ശ്രദ്ധയോടെ ജപമാല ചൊല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, സാത്താൻ അലറി വിളിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സാത്താൻ കൂടിയാലോചിച്ചു, എന്താ ഇനി ചെയ്യേണ്ടത്? ഈ മാനവകുലത്തെ നേടാൻ എന്താ മാർഗം? ഒറ്റ മാർഗമുള്ളൂ. മേരി എന്ന് പറഞ്ഞ ഒരുവളുണ്ട്. മേരി എന്ന് പറഞ്ഞ ഒരുവളുണ്ട്. ക്രിസ്തുവിൻ്റെ അമ്മയാ, രക്ഷകന്റെ അമ്മയാ. അവളെ ദൈവത്തിൻ്റെ അമ്മയെന്നാ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ. അവളിൽ നിന്നും ഈ മക്കളെ ഒന്ന് മാറ്റിയാൽ നമ്മുടെ കോട്ട, സാമ്രാജ്യം വളർത്താം.
സാത്താൻ തീരുമാനിച്ചു, പ്രിയമുള്ളവരെ, അവൻ തന്ത്രം മെനഞ്ഞു, കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ മക്കളുടെയൊക്കെ ചിന്തയും ഭാവനയും കറുക്കാൻ തുടങ്ങി. അവർക്കൊന്നിന് സമയമില്ലാതായി. പഠനം പഠനം പഠനം, പഠിക്കരുതെന്നല്ല, വളരരുതെന്നല്ല. പക്ഷേ പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും. ലൂക്കാ 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമുക്കറിയാമല്ലോ, ഒരു ഇത്തിരി പോന്ന തച്ചൻ, ഒരു യൗസേപ്പിതാവിത മരപ്പണി ചെയ്യുകയാ. ആ കൂടെ ഒരു മരപ്പണിക്കാരൻ തച്ചൻ്റെ മകനാ അറിയപ്പെട്ടത്. ആ നാട്ടുകാർക്കൊക്കെ അവൻ തച്ചൻ്റെ മകനാ. എന്നാൽ ആ തച്ചൻ്റെ മകൻ ഒരിക്കൽ ദേവാലയത്തിൽ പഴയ നിയമങ്ങളും സങ്കീർത്തനങ്ങളും തലനാരിഴ മൂടി കീറി മുറിച്ച് ഇതാ ഉദ്ഘോഷിക്കുമ്പോൾ, പ്രഘോഷിക്കുമ്പോൾ അവിടെ നിന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരും ബുദ്ധിജീവികളും വിസ്മയഭരിതരായി നോക്കി. എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? സഹോദരങ്ങളെ, മറിയമാണ് അവൻ്റെ അമ്മ. അതുകൊണ്ടാ അവൻ മിടുക്കനായി മാറിയത്. നമുക്ക് തിരിച്ചറിയാം പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ വിട്ടുള്ള ഏതു ജീവിതം അത് വരണ്ടുണങ്ങി ശുഷ്കിച്ചു പോകുമെന്നുറപ്പ്. കാരണം അവൾ തിരുസഭയുടെ രാജ്ഞിയാണ്. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കാതെ തിരുസഭയെ സ്നേഹിക്കാൻ ആർക്ക് സാധിക്കും? പരിശുദ്ധ മറിയം വൈദികരുടെ രാജ്ഞിയാണ്. ഇവിടെ ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടായ്മയുള്ള ബഹുമാന കുര്യാച്ചൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ആശീർവാദം വാങ്ങിയാണ് കയറിയത്. ഇവിടെ ബഹുമാന പിച്ചളക്കാട്ട് അച്ഛൻ്റെ മുൻപിൽ മുട്ടുകുത്തി ആശീർവാദം വാങ്ങി. കാരണം എന്താണെന്നറിയാമോ? പരിപാവനമായി ഇവിടെ രക്ഷകൻ പറന്നിറങ്ങിയ ഈ ഇടത്ത് ഈ ഏഴയ്ക്ക് നിൽക്കാൻ എന്ത് യോഗ്യത? എന്നാൽ പൗരോഹിത്യത്തിൻ്റെ ധന്യത ഉണർന്ന ആ കരങ്ങൾ ഈ അടിയൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ അതാണ് പ്രിയമുള്ളവരെ ബലം. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭ. ഒരു ക്രിസ്ത്യാനി എത്രമാത്രം അഭിമാനിക്കണം കത്തോലിക്കനായതിൽ. ഈ കഴിഞ്ഞ നാളിൽ ഒരു ചാനലുകാർ ഇൻ്റർവ്യൂ നടത്തുകയാണ്. അപ്പം എന്നോട് ചോദ്യം ചോദിച്ചു. എന്നോട് പറഞ്ഞു, ബേബിച്ച ഇത്രയും പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സിനിമയിലായിരുന്നെങ്കിൽ ബേബിച്ചിന് ഭയങ്കര ഹിറ്റാകാമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ തമ്പുരാന് വേണ്ടിയുള്ള ഹിറ്റല്ലേ എൻ്റെ വലിയ ഹിറ്റ്. എന്നിട്ട് അവർ ചോദിച്ചു, ബേബിച്ചിന് വലിയ അവാർഡൊന്നും കേട്ടിട്ടില്ലല്ലോ, ബേബിച്ചിന് വലിയ അവാർഡ് അധികമൊന്നും കേട്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ലെന്ന് ആരാ പറഞ്ഞത്? അവർ ചോദിച്ചു, ഏത് അവാർഡൊക്കെയാണ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഏറ്റവും മഹനീയമായ ഒരു അവാർഡ്, ഇനി അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. അവർ ചോദിച്ചു, അതെന്ത് അവാർഡാ? ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയിലെ അംഗത്വമാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ്. പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിനക്ക് ഞാൻ സ്നാനം നൽകുന്നു എന്ന് പറഞ്ഞ് ഒരു മോളെ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആഴങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തോടൊപ്പം സ്നാനം നൽകുമ്പോൾ, സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ ധന്യത എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടും ഭയാക്രാന്തരായി ബന്ധനമാണ്, പിശാചാണ്, സാത്താനാണെന്നും പറഞ്ഞുകൊണ്ട് നന്നായി കുമ്പസാരിച്ചൊരുങ്ങി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സകല സ്വർഗീയ ദൂതവൃന്ദഗണങ്ങളും മാലാഖമാരും അകമ്പടി സേവിക്കുന്ന ചലിക്കുന്ന സക്രാരിയായി നീങ്ങുന്ന ഒരു വ്യക്തിയുടെ അരികിൽ ഏത് പിശാചാ പ്രിയമുള്ളവരെ വരുന്നത്? വിശ്വാസത്തിൻ്റെ ശുഷ്കതയല്ലേ അത്? ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ എളിയ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലതകളുണ്ട്, ഒരുപാട് സങ്കീർണതകളുണ്ട്, ഒരുപാട് സഹനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ഏശാറില്ല. കാരണം ഓരോ ദിനവും എൻ്റെ വൈദികരിലൂടെ എൻ്റെ കർത്താവ് എനിക്ക് ഉണർത്തിത്തരുന്ന ദിവ്യകാരുണ്യമെന്ന ബലം. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ വിശേഷണമൊക്കെ നൽകി. പാട്ടെഴുതിയ സഹോദരനാണ്, അല്ലെങ്കിൽ വചനപ്രഘോഷണമൊക്കെ പറഞ്ഞു. പലപ്പോഴും ഒരു വേദിയിൽ കയറുന്ന എന്താ പറയുന്ന പോലെയുള്ള ആഴങ്ങൾ കിട്ടാറില്ല. എന്നാൽ തിരിച്ചറിയുന്നു, അത് പരിശുദ്ധ അമ്മ എന്ന സ്നേഹ അധ്യാപകയുടെ ഊർജമാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും സ്നേഹത്തോടെ കരം പിടിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ അമ്മ നമ്മുടെ തെളിവിൻ്റെ കാരണമാണ്. ഈ അമ്മ സൽബുദ്ധിയുടെ മാതാവാണ്. ഈ അമ്മ വിവേക ഐശ്വര്യമുള്ള കന്യകയാണ്. ഈ അമ്മയുള്ളപ്പം പിന്നെ ഏതു മക്കളായി എന്തിനാ പേടിക്കുന്നത്?
നമുക്കറിയാം ഈ അമ്മ ചെയ്തത് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രചാരകയായി നീങ്ങി. അതെ, ദിവ്യകാരുണ്യത്തിൻ്റെ വിളമ്പുകാരി. ദിവ്യകാരുണ്യം എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ് ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യവുമായി ആ ദൈവത്തിൻ്റെ മകൾ പരിശുദ്ധ അമ്മ ഇതാ അവൾ വിതരണം ചെയ്യുകയോ. മക്കളെ, നിങ്ങൾക്കാർക്കെങ്കിലും ഈ ദിവ്യകാരുണ്യനാഥനെ വേണോ? ഈ ദിവ്യകാരുണ്യം നിങ്ങളുടെ സർവസ്വവും എന്ന് പറഞ്ഞ് അമ്മ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. പക്ഷേ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം എന്താണെന്നറിയാമോ? ലൂർദ്, ഫാത്തിമ, ഗരബന്താൾ, മേഡ്ജുഗോറിയ, ഗാഡലൂപ്പെ, ലാസലറ്റ്, ആംസ്റ്റർഡാം ഇവിടങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷയായി. അതിൽ ഫാത്തിമ, ലൂർദ്, ഗാഡലൂപ്പെ, ലാസലറ്റ്, ആംസ്റ്റർഡാം ഇതൊക്കെ സഭ അംഗീകരിച്ച സത്യങ്ങളാണ്. പ്രിയമുള്ളവർ, അവിടെയൊക്കെ അമ്മ പറഞ്ഞു എന്താണെന്നറിയാമോ? മക്കളെ, ലോകം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശത്രുവായ സാത്താൻ സർവ്വ കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുന്നു. അവൻ നുഴഞ്ഞു കയറി പാപം വിതയ്ക്കുന്നു. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. എൻ്റെ ദിവ്യകാരുണ്യനാഥൻ അവഹേളിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ ആരാധനകൾ ഉണരണം. ഭക്തിയോടെ, ശ്രദ്ധയോടെ നിങ്ങൾ അടുക്കൽ കുമ്പസാരിക്കണം. നിങ്ങളുടെ ദിവ്യകാരുണ്യ സ്വീകരണം അത് ഭക്തിയോടുകൂടി ആയിരിക്കണം, അത് ശ്രദ്ധയോടുകൂടി ആയിരിക്കണം, അത് ഹൃദയനിറവോടുകൂടി ആയിരിക്കണം. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ ഞാനിങ്ങനെ കാണുകയാണ്. എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? പറുദീസയിൽ അരുതെന്നു പറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ആദിമാതാവായ ഹവ്വ മനുഷ്യന് കൊടുത്തു. ആ ഫലം കഴിച്ച മനുഷ്യൻ മരിച്ചു. അനുസരണക്കേട് മൂലം ഇതാ പറുദീസയ്ക്ക് പുറത്താകുന്ന മരിച്ച മനുഷ്യൻ അതുവരെ സ്നേഹപിതാവായ ദൈവത്തോട് ചേർന്ന് തോൾ ചേർന്ന് ഉലാത്തിക്കൊണ്ടിരുന്ന സ്വർഗത്തെ അനുഭവത്തിൽ നിന്നും അവൻ പുറത്തായി. ദൈവം അനന്ത കരുണ, വീണ്ടും ദൈവം വീണ്ടെടുക്കണമല്ലോ മനുഷ്യനെ. എന്തു ചെയ്തു ദൈവം മറ്റൊരു മരം നട്ടു, അത് കാൽവരിയിൽ. ആ മരത്തിൻ്റെ പേര് കുരിശെന്നായിരുന്നു. അവിടേക്ക്, ആ വൃക്ഷത്തിലേക്ക്, കുരിശുമരത്തിലേക്ക് തൻ്റെ ഉദരഫലവുമായി മറിയം ഓടി. തൻ്റെ ഉദരഫലവുമായി ആ വൃക്ഷത്തിൽ വച്ച് പിടിപ്പിക്കണം. അന്ന് അനുസരണക്കേടിൻ്റെ ഒരു വൃക്ഷം, ഒരു കനി അത് കൊടുത്ത അനുസരണക്കേട് മൂലം, അഹങ്കാരം മൂലം ദൈവത്തെ മറന്ന ആദിമാതാവിന് ഇതാ പകരമായി അനുസരണത്വത്തോടുകൂടി ഇതാ ഈ കുരിശിലേക്ക് തൻ്റെ ഉദരഫലത്തെ ചേർത്തു വയ്ക്കുന്ന മറിയം, അവൾ കുരിശിനരികെ നിന്നു. അതേ പ്രിയമുള്ളവരെ, ആ കുരിശിൽ കിടക്കുന്ന ഫലം അത് ദിവ്യകാരുണ്യമാണ്. ആ ഫലം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആബേലച്ചൻ എഴുതി വെച്ചു, മരത്താലേ വന്ന പാപങ്ങൾ മരത്താലേ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. എത്രയോ നല്ല കണക്ഷനാണ് നോക്കിയേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് തീവ്രമായ ആഗ്രഹമായിരുന്നു, മോനെ നീ ആ കുരിശിലേറണം. നമുക്കറിയാം കുരിശിൻ്റെ വഴിയിലെ 13-ാം പാദത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി, സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പു താണിറങ്ങി. പിന്നെ കവി എഴുതുവാ, ആരോടു നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും കഥന പെരുങ്കടലേ. നമ്മൾ തിരിച്ചറിയുക, ആ മോൻ അമ്മയെ തിരിഞ്ഞു നോക്കി എന്തിനാണെന്നറിയാമോ? ഒരു ഊർജത്തിൻ്റെ സ്പാർക്ക് കിട്ടാൻ വേണ്ടിയാ. കാരണം ആ അവസാനം ആ കുരിശിലാകണം. അമ്മ പറയാതെ പറയുന്നുണ്ട്, മോനെ തളരല്ലേ. നമുക്കറിയാം ഈ നഴ്സറി പിള്ളേർ സ്റ്റേജിൽ കയറുമ്പോൾ അമ്മമാരും കൂടെ വരും, എന്നിട്ട് അവർ സ്റ്റേജിൻ്റെ താഴെ നിൽക്കും. ഈ നഴ്സറി പിള്ളേർ നൃത്തം ചെയ്യാൻ, പാട്ട് പാടാനൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഒന്ന് പേടിക്കും, പിന്നെ അവരുടെ പാട്ടൊക്കെ നിന്നു പോകും.
അവൻ എന്നിട്ട് കണ്ണുകൊണ്ടെങ്കിലും സൈഡിലേക്ക് നോക്കും തൻ്റെ അമ്മ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ. അമ്മ അരികിലുണ്ടെങ്കിൽ അമ്മ കൈകൊണ്ട് കാണിക്കും, പാടിക്കോ. പിന്നെ അവന് ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഈശോ വഴിയിൽ കരഞ്ഞു നിന്ന ഒരു അമ്മയെ തനയൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ, ഈ കഥനപ്പെരുങ്കടൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം തിരിച്ചറിയുക. അവിടെ ഒരു നിമിഷം ഒരു വലിയ സ്പാർക്കുണ്ടായി. മോനെ തളരല്ലേ, കുറച്ച് സമയം കൂടെ ഉള്ളടാ. അതേ പ്രിയമുള്ളവരെ, മാനവകുലത്തിന് അമ്മയെ നൽകുകയായിരുന്നു, അല്ലെങ്കിൽ മാനവകുലത്തിന് രക്ഷ പ്രദാനം ചെയ്യുകയായിരുന്നു അമ്മ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഈശോയുടെ ഒരു വലിയ തീഷ്ണത എത്ര വലുതാണെന്ന് അമ്മയെക്കുറിച്ചൊന്ന് പറയാൻ. 2002 ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസ് ഉപ്പാണി അച്ഛൻ എന്നോട് പറഞ്ഞു, ബേബിച്ച നമുക്കൊരു പരിശുദ്ധ അമ്മയുടെ ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ചെയ്യാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അച്ഛാ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന വിഷയങ്ങളൊക്കെ കുറിക്കാം. സാധാരണ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൊന്ത ചെല്ലുമ്പോഴാണ് എഴുതേണ്ട വിഷയങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ സമയം ഇരുന്നു. അച്ഛൻ പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ തിരക്കാം, അതുകൊണ്ട് നമുക്കെവിടെയെങ്കിലും മാറി ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞാനും പിന്നെ രണ്ടൊന്നും പ്രേക്ഷിതരുണ്ട്, പിന്നെ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഞങ്ങൾ വല്ലാർപാടം പള്ളിയിലേക്ക് പോവുകയാണ്. വല്ലാർപാടം പള്ളിയിലെത്തി ഞങ്ങൾ ദിവ്യകാരുണ്യമൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് അവിടുത്തെ വികാരിയച്ഛൻ്റെ അനുവാദമൊക്കെ വാങ്ങി രാത്രി ഇരുന്ന് ആരാധിച്ചിരുന്ന് പാട്ടെഴുതാനൊക്കെയുള്ള തന്തുക്കൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സാധാരണ ജപമാല ചൊല്ലി ഒരു 1-2 രഹസ്യമൊക്കെ ചെല്ലുമ്പോൾ എഴുതേണ്ട വിഷയമൊക്കെ മനസ്സിൽ തെളിയാൻ തുടങ്ങും. ഇത് മാതാവിനെക്കുറിച്ച് പാട്ടെഴുതാനിരുന്നിട്ട് എനിക്ക് പാട്ട് കിട്ടുന്നില്ല. കുറേ നേരം ഞങ്ങൾ ഒരു ജപമാല കഴിഞ്ഞു, 2 ജപമാല കഴിഞ്ഞു. ആദ്യത്തെ അനുഭവമാണ്, മാതാവിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതെന്തായി. ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ. അച്ഛൻ ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഉടനെ അച്ഛൻ തല കൈ വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, ഒരു മാറ്റം വരുന്നില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, പ്രിയമുള്ളവരെ, അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എന്നെ മഹത്വപ്പെടുത്താനല്ല, എൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തുക, അവനെ എഴുതി നീ ഉജ്ജ്വലിപ്പിക്കുക എന്ന ചിന്തയിൽ എളിമയുടെ ആഴമായ അമ്മ പിന്നിലേക്ക് മറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ വിട്ടാൻ പറ്റിയല്ല. അമ്മയെക്കുറിച്ച് എഴുതണമെങ്കിൽ ആരെ പിടിക്കണം? പിന്നെ ഈശോയെ പിടിക്കണം. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈശോയെ നമ്മുടെ അമ്മയെക്കുറിച്ച് എഴുതണ്ട, ഇത് എന്നാ ഇരിപ്പ എന്ന രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് ചോദിച്ച് തീർന്നില്ല പ്രിയമുള്ളവരെ. അപ്പോഴേക്കും കൃത്യം വചനം കിട്ടി. യോഹന്നാൻ 19:27 ഇതാ നിന്റെ അമ്മ. പിന്നെ പടപട ഇങ്ങോട്ട് വരികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. നിമിഷ നേരം കൊണ്ട് പേനെടുത്ത് പേപ്പർ എടുത്തു. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടി ഉറക്കാൻ ഇതാ നിന്റെ അമ്മ. ഈ അമ്മ എങ്ങനെയുള്ളതെന്ന് നിനക്ക് അറിയാമോ? സ്നേഹത്തോടെ എന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ, ത്യാഗത്തോടെ എന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ, നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയക്കോണിൽ നിർമ്മല സ്നേഹത്തെളിനീരു നൽകാൻ ഇതാ നിന്റെ അമ്മ. ഇനിയും നീ അറിയണം ഈ അമ്മയെ. തിരുക്കുടുംബത്തിൻ നാഥയാണമ്മ, തിരുസഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ. ഇതാ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. 5 മിനിറ്റ് കൊണ്ട് പാട്ടെഴുതി തീർന്നു. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഈശോയ്ക്ക് അത്രമാത്രം ആഗ്രഹമാണ് ഈ അമ്മ എവിടെയുണ്ടോ അത് ഈശോയുടെ അരികിലാണ് അമ്മ ഉള്ളത്. ഈശോ എവിടെയുണ്ടോ അമ്മ ചേർന്നു നിൽക്കുന്നു. അതുകൊണ്ട് ഈശോ അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ ഈ അമ്മ പറയുന്ന ഏതു കാര്യവും ഈശോ സാധിച്ചു തരും. ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു അനുഭവം വായിക്കുക. 2007 അഡോറേഷൻ ജനറലേറ്റ് ആലുവായിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സെഹിയോൻ ശബ്ദം എന്ന് പറയുന്ന ഒരു പുസ്തകം അതെനിക്ക് കിട്ടാനിടയായി. അത് ശ്രദ്ധേയമായ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തടഞ്ഞു. അത് ഇപ്രകാരമാണ്. സിസ്റ്റർ ആൻസി വലിയ വീട്ടിപ്പറമ്പിൽ, അന്ന് സിസ്റ്റർ കോതമംഗലത്താണുള്ളത്, സിസ്റ്റർ എഴുതിയൊരു സാക്ഷ്യമാണ്. 2003 ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം കേരളത്തിൽ കൊണ്ടുവന്ന വേളയിൽ ഉണ്ടായ ഒരു അനുഭവം. 11 വർഷമായി എൻ്റെ തലയിൽ സോറിയാസിസ് എന്ന രോഗം ബാധിച്ചിരുന്നു. മുഴുവൻ വ്രണങ്ങളായി കടിയും ഉണ്ടായിരുന്നു. ചെവിയുടെ പിറകിൽ വിണ്ടുകീറി കഴുത്തിലേക്ക് ഇറങ്ങി വന്ന് ആ വ്രണങ്ങൾ. ഇതിനിടെ പല ചികിത്സകളും ചെയ്തു. ഹോമിയോ, അലോപ്പതി, ആയുർവേദം എന്നിങ്ങനെ അനേകം ചികിത്സകൾ.
ഈ രോഗം പൂർണ്ണമായി സുഖപ്പെടാൻ പ്രയാസമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതിനിടെ കാലിൻ്റെ മുട്ടിനും വേദനയായി, മുട്ടുകുത്താനും സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ട്. ഈ സമയത്താണ് ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം കേരളത്തിൽ വരുന്നതായി ഞാൻ അറിഞ്ഞത്. അങ്ങനെ മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ മാതാവിൻ്റെ സ്വരൂപം കൊണ്ടുവന്നു. കുർബാന ആരംഭിച്ചപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഫാത്തിമാനാഥയുടെ തിരുസ്വരൂപത്തിലേക്ക് നോക്കി ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ രോഗാവസ്ഥയും ഹൃദയനൊമ്പരവും ഞാൻ പങ്കുവെച്ചു. ദിവ്യകാരുണ്യനാഥനോട് പറഞ്ഞ, അമ്മേ, എനിക്ക് സൗഖ്യം വാങ്ങിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു വലിയ പ്രകാശം എൻ്റെ മേൽ വന്നു. ശരീരമാകെ കുളിരുകോരുന്നത് പോലെ തലയിൽ നിന്ന് മീൻ ചിതമ്പൽ പോലെ എന്തോ അടർന്നു വീഴുന്നതായി ഞാൻ അനുഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ സ്പർശനം ഞാൻ അറിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ തലയിൽ ആ രോഗം ഉണ്ടായിട്ടേയില്ല. പ്രിയമുള്ളവരെ, അമ്മ എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആലയം. ജോൺ പോൾ പാപ്പ പറഞ്ഞില്ലേ, മറിയമേ, ഞാൻ മുഴുവൻ അമ്മയുടേതാ, ഒരു തരി പോലും ഇല്ല ബാക്കി. ഞാൻ മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയായി എന്നെ. ആരൊക്കെ അമ്മയെ മുറുകെ പിടിച്ചോ? സഹോദരങ്ങളെ, നമുക്ക് വിദേശ വിശുദ്ധരെ ഒന്നും അന്വേഷിക്കേണ്ട. ഈ കേരളം സമ്പന്നമായി കഴിഞ്ഞു കർത്താവിൻ്റെ കൃപ കൊണ്ട്. എന്താ, നമ്മുടെ അൽഫോൻസാമ്മ, ചാവറ പിതാവ്, യൗപ്രാസ്യാമ്മ, മറിയന്ത്രേസ്യ, കുഞ്ഞച്ചൻ, നമ്മുടെ കുര്യാളശ്ശേരി പിതാവ്, നമ്മുടെ കതലക്കാട്ട് മത്തായി അച്ഛൻ, കാവുകാട്ട് പിതാവ്, എല്ലാവരുടെയും ജീവിതം പരിശോധിച്ചോ? വലിയ ആഴമായ വലിയ ഡോക്ടറേറ്റ് ഉന്നതിയൊന്നുമില്ല, മറിച്ച് ദിവ്യകാരുണ്യ സ്നേഹച്ചൂടായിരുന്നു അവരുടെ ഹൃദയങ്ങളുടെ ആഴം. ഷണ്ടാളമ്മ പറഞ്ഞില്ലേ, ദിവ്യകാരുണ്യത്തിന് അരികിലുള്ള വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ധന്യത. അതേ സഹോദരങ്ങളെ, ഇനി നമുക്ക് സമയമില്ല, മറ്റൊന്നിന് സമയമില്ല. ഉണർന്നു പ്രശോഭിക്കുവാൻ അത് പരിശുദ്ധ മറിയത്തെ കൂടാതെയുള്ള പ്രയാണം വെറും വട്ടപൂജ്യമാണ്, ശൂന്യമാണ്. ഞാൻ എത്ര വിദ്യാഭ്യാസമോ, എത്ര വിവരമോ, എത്ര ഉന്നതിയോ, എത്ര പേരോ പെരുമയോ പ്രശസ്തിയോ ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ക്രമേണ ഞാൻ അയഞ്ഞു പോകും ദിവ്യകാരുണ്യത്തിൽ നിന്ന്. ഇവിടെ ഇന്നലെ എനിക്ക് ധ്യാന വിഷയമായിരുന്നു. എന്താണെന്നറിയാമോ? കുര്യാളശ്ശേരി പിതാവിൻ്റെയും ഷണ്ടാളമ്മയുടെയും അവിടെ ഒരു ചിത്രം. ആ ചിത്രം അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. വെറുതെ വെച്ചാൽ അതവിടെ ഇരിക്കുകയല്ല. എന്നാൽ അത് ഗം ചേർത്ത്, പശ ചേർത്ത് ഒട്ടിച്ചപ്പോൾ അത് ഉറച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചു വെക്കാനുള്ള ഗമ്മാണ് പരിശുദ്ധ മറിയം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ സർവ്വ ദുരന്തങ്ങൾക്കും കാരണം ഈ അമ്മയെ മുറുകെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്.